എന്താ ഇത്? എവിടുന്ന ഈ പണം? എന്താ ഇതെന്നും ഈ പണം എവിടുന്നെന്നും ഞാനല്ലേ ചോദിക്കേണ്ടത്? സച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ കുറച്ച് പണം കൊണ്ടുവന്ന് എന്റെ മേശപ്പുറത്തെറിഞ്ഞിട്ട് ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചാ ഞാനെന്ത് മറുപടി പറയാനാ? അപ്പോ ഇതിനെക്കുറിച്ച് വക്കീലിനൊന്നും അറിയില്ലെന്നാണോ? മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ ഇങ്ങനൊരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കി ഷോ കാണിച്ചാ എനിക്കൊന്നും മനസ്സിലാവില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളേ. വക്കീലിന്റെ ഇത്രയും പണം എന്തായാലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എവിടുന്ന് ഇത്ര പണം സംഘടിപ്പിച്ചേ? എന്തിനാ ഈ നാടകം? നാടകോ? സച്ചി എന്തൊക്കെയാ പറയുന്നേ? വക്കീലെ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. എനിക്കറിയാത്ത കാര്യം അറിയാന്ന് ഞാൻ നടിക്കാറില്ല. വക്കീൽ പറഞ്ഞിട്ടല്ലേ ഇന്നലെ എന്റെ വീട്ടിൽ ആ പർദ്ദ ധരിച്ച സ്ത്രീ പണവുമായിട്ട് വന്നത്? പർദ്ദ ധരിച്ച സ്ത്രീയോ? അപ്പോ വക്കീലിന് അങ്ങനെ ഒരു സ്ത്രീയെ അറിയയില്ലെന്നാ? എനിക്കെങ്ങനെ അറിയാനാ? ഞാൻ എന്തിനാ ഇത്രയും പണം സച്ചിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുന്നേ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഗൾഫിലുള്ള എന്റെ സുഹൃത്ത് കൊടുത്തയച്ചാണെന്നും പറഞ്ഞ അമ്മയുടെ കയ്യില് അവർ ഇത്രയും പണം കൊടുത്തത്. പക്ഷേ എനിക്ക് ഗൾഫിൽ അങ്ങനെ ഒരു സുഹൃത്തില്ല. ഞാൻ കരുതിയത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് വക്കീല് തന്നെ എന്നെ സഹായിക്കാൻ ഒരു നാടകം കളിച്ചാണെന്നാ. അല്ലെങ്കിൽ ഇത്രയും പണം നിന്ന് എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ ലോകത്തെവിടെയും എനിക്ക് ആരുമില്ല. എന്റെ ഈശ്വര, സച്ചി എന്നെ വിശ്വസിക്കണം. എനിക്കിതിനെ കുറിച്ച് ഒരു അറിവുമില്ല. നാളെ കോടതിയിൽ ഗോകുൽ സാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവാ. നമ്മൾ കേസ് ജയിക്കാൻ പോകുന്നു എന്ന ആശ്വാസത്തിലാ ഞാൻ. സന്ദീപ് മൊഴി മാറ്റുന്ന ടെൻഷനില് അവനെ ക്രോസ് ചെയ്യാനുള്ള പോയിന്റുകൾ ഇതാ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് സച്ചിയും കുടുംബത്തെയും പണം തന്ന് സഹായിക്കാനാണെങ്കിൽ ഇങ്ങനൊരു നാടകത്തിന്റെ ആവശ്യമുണ്ടോ? എന്റെ കയ്യിലുള്ള പണം നേരിട്ട് അമ്മയുടെയോ സച്ചിയുടെ കയ്യിൽ തരാമല്ലോ. അപ്പോ വക്കീലിന് ഇതിലൊരു കൈയില്ലെന്നാണോ? കൈ ഇല്ലെന്ന് മാത്രമല്ല, എനിക്കിതൊരു ഷോക്ക് കൂടിയാ. എന്നാലും ഇതിനു പിന്നിൽ ഞാനാണെന്ന് സച്ചി വിശ്വസിച്ചു കളഞ്ഞല്ലോ. അല്ലാതെ പിന്നെ എന്നെ സഹായിക്കാൻ വേറെ ആര് വരാനാ? അമ്മ പറഞ്ഞത് ഒരു പർദ്ദ ധരിച്ച സ്ത്രീ എന്നാ. എന്നാ ആരായിരിക്കും? ഒരുപക്ഷെ സച്ചിയുടെ നന്ദേട്ടൻ കൊടുത്തേച്ച പണമാണെങ്കിലോ? ഒരിക്കലും അല്ല. നന്ദേട്ടൻ ആകെ അവിടെ പ്രശ്നത്തില. മാത്രമല്ല, നന്ദേട്ടൻ ഇപ്പൊ പഴയ ആളുമല്ല. ഒന്ന് വിളിക്കുന്ന പോലും വളരെ അപൂർവ. പിന്നെ ഇതാരായിരിക്കും? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, സച്ചിയെ സഹായിക്കാൻ മറ്റാരും ഉണ്ട്. സ്വന്തം ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ആഗ്രഹിക്കാത്ത ആരോ ഒരാൾ. സച്ചിയുടെ വീടിന്റെ അവസ്ഥയും കേസിന്റെ കാര്യങ്ങളും അറിയാവുന്ന ആരോ ഒരാളാ ഈ പണം അവിടെ എത്തിച്ചെന്നുള്ള കാര്യം ഉറപ്പാ. എനിക്കങ്ങനെ ആരുടെയും ദാനം വേണ്ട വക്കീലേ. സ്വന്തം കുടുംബത്തെ തിരിച്ചുപിടിക്കാൻ എനിക്ക് മറ്റൊരാളുടെ കാശ് ആവശ്യമില്ല. ഇതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ പണം തിരികെ ഏൽപ്പിക്കണം. സച്ചി, ഇപ്പൊ പണത്തിന്റെ പിന്നാലെ പോയി സമയം കളയരുത്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഒരു കാര്യം തീർച്ചയാ, പർദ്ദയ്ക്കുള്ളിലും മുഖം മറച്ച് സച്ചിയെ സഹായിക്കാനെത്തിയ ആ മനസ്സിന് പിന്നില് ഒരു രഹസ്യം ഉറപ്പായിട്ടും ഉണ്ട്.